മറ്റേത് രാജ്യത്തെക്കാളും പ്രശ്നമുള്ള സ്ഥലമായി ഇപ്പം നമ്മുടെ ഇന്ത്യയും കേരളമൊക്കെ മാറി തുടങ്ങിയിട്ടില്ലേ? ഇല്ലേ? സോഷ്യൽ മീഡിയ എടുത്ത് അതിനകത്ത് രണ്ട് മതക്കാർ തമ്മിൽ സ്നേഹമാണോ പങ്കുവയ്ക്കുന്നത് അതോ തെറിയാണോ കൂടുതൽ പങ്കുവയ്ക്കുന്നത്? ഇപ്പോൾ കമന്റ്സിൽ നമുക്ക് കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം എന്നിട്ട് നമ്മൾ വെള്ളക്കാരെ കുറ്റം പറയും. നമ്മൾ മോശമാണോ ഇക്കാര്യത്തിൽ? ഒരിക്കലും. രണ്ട്, കേരളത്തിൽ ഏറ്റവും പുരോഗമന ചിന്ത ഉള്ള ഒരു രാഷ്ട്രീയക്കാരനോ സാമൂഹ്യ പരിഷ്കർത്താവോ ആയിക്കോട്ടെ, ബഹുഭൂരിപക്ഷം പേരും അവരുടെ മക്കളെ കെട്ടിക്കുന്ന സ്വന്തം സമുദായത്തിൽ തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇനി അല്ലെങ്കിൽ അവർ അതിനേക്കാൾ ഉയർന്ന സമുദായം എന്ന് തോന്നുന്ന ഒരിടത്തുനിന്ന് അതെ താഴ്ന്നതെന്ന് അവർക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു സമുദായത്തിൽ കൊണ്ടേ മക്കളെ കെട്ടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും തന്നെയല്ലേ സ്ഥിതി? അതെ. അപ്പം ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയല്ലേ? വീട്ടിലേക്ക് കയറി വരുന്ന ഒരാളെ അയാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അയാളുടെ നിറം പോലും ആളുകളുടെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത ഉണ്ടാക്കുന്നില്ലേ? അത് നമുക്ക് പ്രകടമല്ലേ? ഇതേ സാധനമാണ് സായിപ്പ് നോക്കുമ്പോൾ നമ്മളിലും കാണുന്നത്. ഇത് ലോകം മുഴുവനുണ്ട്. ഇത് എത്ര വർഷം കഴിഞ്ഞിട്ടും അത് മാറുന്നില്ല എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. അതിന് മാറ്റം വരുത്തുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബ്രില്യൻസ് കൊണ്ട് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. നല്ലൊരു ചിത്രകാരൻ, അയാൾ ലോകമറിയുന്ന ഒരു ചിത്രകാരനായി, അതല്ലെങ്കിൽ നല്ലൊരു പ്ലെയർ, കായിക താരം, അയാൾ ലോകമറിയുന്ന ഒരു കായിക താരമായി കഴിയുമ്പോൾ പെർഫോമൻസിൻ്റെ പേരിൽ ഇത് കുറച്ചൊന്ന് വിവേചനം ഒന്ന് കുറഞ്ഞു കിട്ടും. അവൻ്റെ ആ സ്കില്ലിനെ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങും സമൂഹം. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ചിത് കിടക്കുമെങ്കിൽ പോലും ആ സ്കില്ലിൻ്റെ പേരിൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തൊരു സ്ഥിതി വരും. അപ്പം നമ്മളതിനെ മറികടക്കാൻ ചെയ്യേണ്ടത് നമ്മുടെ വൈദഗ്ധ്യം കൊണ്ട്, നമ്മുടെ മിടുക്ക് കൊണ്ട്, നമ്മുടെ അടുത്ത തലമുറയെ ഏറ്റവും സ്കില്ലുള്ള അപ്രീസിയേഷൻ പിടിച്ചു മേടിക്കാൻ കഴിയുന്ന ആളുകളാക്കി വളർത്തുക എന്നുള്ളതേ മാർഗമുള്ളൂ. സാർ, ഇപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞ പോലെ തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലാട്ടെ എവിടെയാണെങ്കിലും തന്നെ ഈ പറഞ്ഞ പോലെ ജാതി, മതം, നിറം, അങ്ങനെ പല പല ആസ്പെക്റ്റുകൾ, അതിലൊക്കെ ശരിക്കും എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ഇതിലേക്ക് തന്നെ തിരിച്ച് ചോദിച്ചാൽ മതി. നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ സാഹചര്യം വെച്ച് എന്താണ് അതിനകത്ത് ഉള്ള ഒരു ഉത്തരം? അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നവന് അത് വലിയ പ്രശ്നമാണ്. അതിനപ്പുറം ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള കഴിവുകളും നന്മകളുമാണ് ഒരാൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ അവനിതൊരു വിഷയവുമല്ല. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അതായത് നമ്മൾ പല കാര്യങ്ങളും, വിവാഹമാണെങ്കിലും മറ്റ് പല ആഘോഷങ്ങൾക്കും ഇതൊക്കെ നോക്കുമെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നമുക്ക് ആർക്കും ഒന്നും വിഷയമല്ല. നമ്മൾ ബ്ലഡ് ഏത് ഇതൊന്നും എടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം മനുഷ്യൻ ഒരു നല്ലൊരു അവസ്ഥയിൽ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇതിനെ പറ്റിയിട്ടൊന്നും. അല്ല, ഇത് ഇപ്പോൾ ലോകത്ത് എവിടെയും ഇത് തന്നെയല്ലേ? ഇപ്പോൾ നിങ്ങൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് നിലനിൽപ്പിൻ്റെതായ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ സ്വാർത്ഥനായതുകൊണ്ട് ആരുടെയും നിങ്ങൾ സ്വീകരിക്കും അല്ലേ? നിങ്ങളുടെ ആവശ്യമായതുകൊണ്ടത്, നിങ്ങളുടെ പ്രയോറിറ്റിയിൽ അതൊരു അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ആ ബ്ലഡ് വേണം. അത് ആരുടെ ആണെങ്കിലും നമുക്ക് ജീവൻ നിലനിർത്താൻ അത് ആവശ്യമായതുകൊണ്ടാണ്. ഇപ്പം നിങ്ങളൊരു പ്രതിസന്ധിപ്പെട്ടു. ഇപ്പോൾ ഒരു സായിപ്പ് കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്ന് മലയാളികളോടൊക്കെ പരമപുച്ഛമായിരിക്കാം ചിലപ്പോൾ അയാൾക്ക്. പക്ഷേ അയാൾക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു, അയാളെ സഹായിക്കാൻ വരുന്ന ഒരാളുടെ നിറവോ അയാളുടെ ജാതിയോ ഒന്നും അവന് വിഷയമാവില്ല. ആ സഹായം കിട്ടുക എന്നുള്ളതാണ് ആവശ്യം, അല്ലേ? അപ്പം നമ്മളുടെ സ്വാർത്ഥതയെ സംതൃപ്തിപ്പെടുത്തുമ്പോൾ നമ്മളിതൊക്കെ മറക്കും. പൂർണ്ണാവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് ഇത് നമുക്ക് പ്രശ്നമാണ്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ വർഗീയതയൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് വരാൻ കാര്യം നമ്മുടെ പട്ടിണി മാറി, നമ്മുടെ വലിയ പ്രശ്നങ്ങളെല്ലാം മാറി, അത്യാവശ്യ സൗകര്യങ്ങളിലായി മനുഷ്യരെ. ഈ എന്താണ് അതിദാരിദ്ര്യം ഇല്ലാതായി എന്ന് മുഖ്യമന്ത്രി പറയുന്ന പോലെ തന്നെ അതിദാരിദ്ര്യം ഇല്ലാതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷയം വേണമല്ലോ പിന്നെ അടുത്തത്. അപ്പം നമുക്കിനി ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിലൊക്കെ നമുക്കിനി ഫൈറ്റ് ചെയ്ത് തുടങ്ങാം. മറ്റേത് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള പ്രശ്നമായിരുന്നു, പട്ടിണി മാറ്റേണ്ടത് എങ്ങനെയാണെന്നുള്ളതായിരുന്നു, മക്കൾക്ക് ചികിത്സ എങ്ങനെ കൊടുക്കുന്നുള്ള ആശങ്കയായിരുന്നു. ഇതൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ നമുക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്ശെ വൈരാഗ്യം കുത്തിവെച്ച് ജീവിക്കാം. ഒരു ഹോബി വേണമല്ലോ എല്ലാവർക്കും. എന്തെങ്കിലും
തീർച്ചയായിട്ടും. അതിന് സപ്പോർട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയയും ഉണ്ടല്ലോ. മറ്റേത് ഇത് അകത്തുണ്ടെങ്കിലും പുറത്ത് കാണിക്കാൻ നിർത്തിയില്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇതിപ്പോൾ കാണിക്കാൻ ഒരു പ്ലാറ്റ്ഫോം കൂടെ വന്നു. നമുക്ക് മുഖം പോലും കാണിക്കേണ്ട, അതെ. ഒളിച്ചിരുന്ന് നമുക്ക് ആരെയും ചീത്ത വിളിക്കാം, ആരെയും പരിഹസിക്കാം. അതാണ് സാഹചര്യം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരുപക്ഷെ ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറ്റുമോ ഇത്, ഈ ഇത്തരത്തിലൊരു നമ്മുടെ സോഷ്യൽ മീഡിയയും എല്ലാം കൂടി ഉള്ളൊരു പ്രവണത വരുമ്പോൾ? സോഷ്യൽ മീഡിയയിൽ ഒന്നെങ്കിൽ സമൂഹത്തിന് പക്വത ആർജിക്കണം. സമൂഹം എന്ന് പറയുമ്പോൾ എല്ലാവരും, ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഈ സമൂഹം എന്ത് കമൻ്റ് ഇടണം എന്ന് തീരുമാനിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ എന്നെ ഏറ്റവും പ്രകോപിപ്പിക്കുന്നതാണെങ്കിൽ പോലും അതിൻ്റെ അടിയിൽ പോയി ഒരു ചീത്ത വിളിച്ചൊരു കമൻറ്റ് ഞാനിടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളിൽ ഒരാളും അങ്ങനെ ഒരു കമൻറ്റ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടും കാണില്ല. ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആ ലെവലിലേക്ക് കേരള സമൂഹം മുഴുവൻ മാറിയാൽ പ്രശ്നം തീരില്ലേ? അതെ. പക്ഷെ അതിന് വേറൊരു കാര്യം കൂടിയില്ലേ സർ, ഇപ്പൊ നമ്മള് അറിയപ്പെടുന്ന ആളുകൾ തന്നെ മറ്റു പേരിലും ഇടുന്നുണ്ടാവും. ഇപ്പൊ എനിക്ക് വേണേൽ വേറൊരു പേരിൽ ഇടാവല്ലോ. അതെ. എനിക്ക് അങ്ങനെ ഒരു പേരേ ഇല്ല. ഞാനൊരു മറ്റൊരു പേരിൽ ഒരു സോഷ്യൽ മീഡിയ ഞാൻ ഒരു ഇടപാടും നടത്തുന്നില്ല. അതെൻ്റെ ഒരു പോളിസി, എൻ്റെ ഒരു ഡിസിഷനാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഒരു സമൂഹം ഉണ്ടായിക്കൂടായിയുണ്ടോ? ഞാനൊരു ഹിഡൻ പേരിൽ ഞാൻ ഒരിടത്തും അറിയപ്പെടുന്നില്ല. എനിക്ക് സന്തോഷ് ജോർജ് കുളങ്ങര എന്നുള്ള അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ വേറൊരു പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ പ്രവർത്തിക്കുന്ന നിരവധി പ്രശസ്തരായ വ്യക്തികളെ അല്ലാത്തവരെ ഒക്കെ എനിക്കറിയാം. തീർച്ചയായിട്ടും വലിയൊരു ശതമാനം അങ്ങനെയില്ലേ? അതെ. ഈ രഹസ്യ പേരിൽ നടത്തുന്നവരെ, ഈയിടെ ഞാനൊരു വിദേശയാത്ര നടത്തിയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു മലയാളി പറഞ്ഞു, സാറേ എനിക്ക് 12 മറ്റേ എന്താണ് അതിനെന്താ പറയുന്നത്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അല്ല അക്കൗണ്ട്, ഈ പറഞ്ഞ ഈ കള്ളപ്പേരിൽ ഇതിനെ പറയുന്നത് ഫേക്ക് അക്കൗണ്ട്. എനിക്കൊരു 12 ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. അതെന്തിനാണെന്നറിയോ സാറേ? മറ്റവന്മാരെ എന്തെങ്കിലും ഇടുമ്പോൾ നമുക്ക് അവരെ തെറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട്. അയ്യോ, ഞാൻ പറഞ്ഞത് വലിയൊരു മിടുക്ക് പോലെ അയാൾ പറയുന്നേ. അതൊരു സമുദായത്തിന്റെ സപ്പോർട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ ആ സമുദായത്തിന്റെ നേതാവിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇയാളെപ്പോലുള്ള കുറേയേറെ ആളുകൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് മറ്റവനെ തെറി വിളിക്കുന്നത്. അപ്പം നമ്മളുടെ ഗുണ്ടകളുണ്ടല്ലോ, ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഗുണ്ടകളുണ്ടെന്ന് പറഞ്ഞ പോലെ സമുദായത്തിൻ്റെയോ സംഘടനയുടെയോ മതത്തിൻ്റെയോ ഒക്കെ കുറേ ഗുണ്ടകളെ ഈ ട്രെയിൻ ചെയ്തിങ്ങനെ ആക്കി, രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഗുണ്ടകളെ ഇങ്ങനെ തെറി പറയാനാക്കുന്നതാണ്. അവരാണ് പല പേരിലും വന്നിട്ട് ശരിയായ ഒരു അക്കൗണ്ടും പേരും ഇല്ലാത്ത എല്ലാ ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ഗുണ്ടകളായിരിക്കും. അവരുടെ അഭിപ്രായം സാധാരണക്കാരൻ ചിന്തിച്ചിട്ടോ ഈ 1000 പേര് നെഗറ്റീവ് കമൻ്റ് ഇട്ടു, ഞാനും അങ്ങനെ അങ്ങ് തീരുമാനിക്കുക, എന്നാൽ പിന്നെ ഇതായിരിക്കും ശരിയെന്ന്. ഇവൻ കാശ് മേടിച്ചിട്ട് ഗുണ്ടാപ്പണി ചെയ്യുന്ന ഒരാളാണെന്ന് സമൂഹം നമ്മളൊന്നും പോലുള്ള സാധാരണക്കാർ പലപ്പോഴും അറിയുന്നില്ല. പെണ്ണുങ്ങൾ, കുട്ടികൾ, യുവാക്കൾ, ഇതറിയാത്ത ആളുകളൊക്കെ ഉണ്ട് നിഷ്കളങ്കരായ. അവർ വിശ്വസിക്കുന്നത് ഇതാണ് ലോകം മുഴുവൻ അങ്ങനെ തന്നെ ചിന്തിക്കുന്നതെന്നാണ്. അപ്പം നിങ്ങളുടെ ചിന്തയെ പോലും ഇവർക്ക് സ്വാധീനിക്കാൻ പറ്റും ഫേക്കായ അക്കൗണ്ടുകൾ വഴി. അതെ, ശരി. നമ്മൾക്ക് കമന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോ ഇത് ശരിയാണോ, നമുക്ക് പൊതുവെ നമ്മുടെ ഉള്ളിൽ ആ കമന്റ് വായിച്ചില്ലെങ്കിൽ ഉള്ള അഭിപ്രായമല്ല കമന്റ് വായിച്ചു കഴിയുമ്പോൾ സത്യം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളെ സ്വാധീനിക്കും. അപ്പൊ ഈ കമന്റ് ഇടുന്നത്, ഈ കള്ള ഫേക്ക് അക്കൗണ്ടുകളും നിർത്തലാക്കേണ്ട ഒരു കാലം കഴിഞ്ഞു. ഒരു കമന്റ് ഇടുന്നവൻ അവന്റെ ശരിയായ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു കാലം വന്നാൽ കുറെ നിൽക്കില്ല. ഇത് സത്യമാണ്. അതൊരു ഗവൺമെന്റ് വിചാരിച്ച നടക്കാത്തതാണോ? അല്ല. അപ്പൊ ഈ ഗവൺമെന്റിനെ നയിക്കുന്നവർക്കും വേണം ഈ തെറി വിളിക്കുന്നവന്മാര്. ഫേക്ക് അക്കൗണ്ടുകാരെ ഉപയോഗിക്കുന്നതിലെ പ്രധാന കക്ഷികൾ ഇവരൊക്കെ ആയതുകൊണ്ടല്ലേ അവരിത് നിരോധിക്കാത്തത്? ശരിയാണ്. അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന് ഇപ്പൊ കള്ളക്കടത്ത് നിരോധിച്ചിട്ടുണ്ടല്ലോ, മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഇവര് നിരോധിക്കുന്നു, നിയമ നടപടികൾ എടുക്കുന്നു. ED പോലൊരു സംവിധാനത്തെ ഉണ്ടാക്കിയപ്പോൾ ഇതിനും കൂടെ ഫേക്ക് അക്കൗണ്ടുകാരനെ മുഴുവൻ അങ്ങ് പിടിച്ച് അകത്തിട്ടൂടെ? 10 അകത്തിട്ടുമ്പോൾ പണിയൊന്നും നിൽക്കില്ലേ? ഇത് നമ്മൾ കൊടുക്കണ കംപ്ലൈന്റ് പേഴ്സണൽ ആയിട്ട്, എന്നിട്ട് അതിന്റെ പുറകെ നമ്മൾ എത്ര നടക്കണം. അപ്പോഴേ നമുക്ക് ഇത് ഞാൻ പറഞ്ഞത്, ഇപ്പം പിണറായി വിജയനാവട്ടെ, നരേന്ദ്രമോദി ആവട്ടെ, VD സതീശനാവട്ടെ, ആരും ഇതിന് ഈ ആക്രമണം നേരിടാത്തവരില്ല. എന്നിട്ടും അവർ ഭരണത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് ഈ ഫേക്ക് അക്കൗണ്ട് ഒന്ന് നിരോധിച്ച് കളയാം, അങ്ങനെ ഈ ഫേക്ക് അക്കൗണ്ടുകാർക്കെതിരെ ഇന്ത്യ രാജ്യത്ത് ഒരു നിയമം ഉണ്ടാക്കാം. നിങ്ങൾ ആരെയെങ്കിലും അധിക്ഷേപിക്കുന്നത്, നിയമമൊക്കെ ഉണ്ട്, അധിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് കേസിന് പോകാമെന്ന്. ഈ അധിക്ഷേപം എല്ലാം കഴിഞ്ഞിട്ട് കേസിന് പോയിട്ട് എന്ത് കാര്യം? വർഷങ്ങളെടുക്കും.
വർഷങ്ങൾ മാത്രമല്ലല്ലോ, നിങ്ങൾ അധിക്ഷേപം സഹിക്കാനും പരിഹാസം കിട്ടാനോ ഉള്ളതെല്ലാം നിങ്ങൾക്ക് 12 ദിവസം അല്ലെ 10 ദിവസം കൊണ്ട് കിട്ടി, നിങ്ങൾ തകർന്ന് തരിപ്പണമായതിനു ശേഷം പിന്നെ എല്ലാവരും മറന്നു കഴിഞ്ഞ് എന്തെങ്കിലും ഒരു നീതി കിട്ടി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത്? നിങ്ങൾ അനുഭവിക്കാനുള്ള യാതനയും മാനസിക സംഘർഷവും ടെൻഷനും മരിച്ചാൽ പോലും വേണ്ടില്ല എന്നുള്ള ആ ചിന്തയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും പരിഹാസവും മുഴുവൻ 7-8 ദിവസം അനുഭവിച്ചതിന് ശേഷം എന്തെങ്കിലും കിട്ടുന്ന ഒരു നീതിക്ക് എന്താ അർത്ഥമുള്ളത്?